ലോക്സഭാ പ്രതിപക്ഷ നേതാവും റായ്ബറേലി എംപിയുമായ രാഹുൽ ഗാന്ധിക്ക് കോടതി സമൻസ്. ജനുവരി 7-ന് ഹാജരാകണമെന്നാവശ്യപ്പെട്ടാണ് നോട്ടീസ്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് വേളയിൽ സാമ്പത്തിക സർവേയുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗമാണ് പരാതിക്ക് കാരണം. ഉത്തർപ്രദേശിലെ ബറേലി ജില്ലാ സെഷൻസ് ജഡ്ജി സുധീർ കുമാറാണ് രാഹുൽ ഗാന്ധിക്ക് നോട്ടീസ് അയച്ചത്. ഹിന്ദുത്വ സംഘടനയായ ഹിന്ദു മഹാസംഘിന്റെ മണ്ഡലം പ്രസിഡന്റ് പങ്കജ് പഥകാണ് പരാതിക്കാരൻ. അഭിഭാഷകൻ വീരേന്ദ്ര പാൽ ഗുപ്ത മുഖേനയാണ് ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. MLA-മാർക്കും MP-മാർക്കുമെതിരായ പരാതികൾ പരിഗണിക്കുന്ന കോടതിയെയാണ് ആദ്യം പരാതിക്കാരൻ സമീപിച്ചിരുന്നത് എങ്കിലും ഹർജി തള്ളിയിരുന്നു. തുടർന്നാണ് ജില്ലാ സെഷൻസ് കോടതിയിൽ ഹർജി നൽകിയത്. പിന്നോക്ക ജനവിഭാഗങ്ങൾക്ക് ആനുപാതികമായ സ്വത്ത് ലഭിച്ചിട്ടില്ലെന്നും സാമ്പത്തിക രംഗത്തുൾപ്പെടെ ആനുപാതികമായ പ്രാതിനിധ്യം വേണമെന്നും രാഹുൽ ഗാന്ധി ലോക്സഭാ തിരഞ്ഞെടുപ്പ് വേളയിൽ പ്രസംഗിച്ചതാണ് പരാതിക്കാരൻ ചൂണ്ടിക്കാട്ടുന്നത്. പിന്നോക്ക വിഭാഗക്കാരെ പ്രകോപിപ്പിക്കുന്നതാണ് പ്രസംഗം എന്ന് പരാതിയിൽ പറയുന്നുണ്ട്. വിവിധ സാമ്പത്തിക ശ്രേണിയിൽപ്പെട്ടവർക്ക് ഇടയിൽ വിദ്വേഷം പരത്തി രാഷ്ട്രീയ നേട്ടം കൊയ്യാനാണ് രാഹുൽ ഗാന്ധി ശ്രമിച്ചതെന്നാണ് വീരേന്ദ്ര പാൽ ഗുപ്തയുടെ ആരോപണം. കോൺഗ്രസിന്റെ രാഷ്ട്രീയ താൽപര്യങ്ങൾക്ക് വേണ്ടി സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ ഉപയോഗിക്കാനാണ് ശ്രമിച്ചതെന്നും പരാതിക്കാരൻ ആരോപിക്കുന്നുണ്ട്. BJP നേതാക്കളും മറ്റും രാഹുൽ ഗാന്ധിക്കെതിരെ വിവിധ കോടതികളിൽ പരാതി നൽകിയിരുന്നു. കോലാറിലെ പ്രസംഗത്തിന്റെ പേരിൽ ഗുജറാത്തിലെ സൂറത്ത് കോടതി രാഹുൽ ഗാന്ധിക്കെതിരെ നടപടിയെടുക്കുകയും ചെയ്തിരുന്നു. ശിക്ഷ വിധിച്ചതോടെ രാഹുലിന്റെ MP സ്ഥാനം റദ്ദാക്കപ്പെട്ടിരുന്നുവെങ്കിലും മേൽക്കോടതി ശിക്ഷ മരവിപ്പിച്ചതോടെ പദവി പുനഃസ്ഥാപിക്കുകയായിരുന്നു. ലളിത് മോദി ഉൾപ്പെടെയുള്ളവരെ പരാമർശിച്ച് എല്ലാ കള്ളന്മാരുടെയും പേരിനൊപ്പം മോദി എന്ന് എങ്ങനെ വന്നു എന്ന പരിഹാസമാണ് സൂറത്ത് കോടതിയുടെ നടപടിക്ക് കാരണമായത്. സമാനമായ വിഷയത്തിൽ ബീഹാറിലും രാഹുൽ ഗാന്ധിക്കെതിരെ കേസുണ്ട്. അതേസമയം പാർലമെന്റിലെ സംഘർഷങ്ങളിൽ ഡൽഹി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിന്റെ അന്വേഷണം ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരായ കേസാണ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തിരിക്കുന്നത്. BJP-യുടെയും കോൺഗ്രസിന്റെയും MP-മാരുടെ പ്രതിഷേധത്തിനിടെ പാർലമെന്റിന് പുറത്തു നടന്ന സംഘർഷത്തിന്റെ അന്വേഷണമാണ് ഡൽഹി ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തത്. വാക്കേറ്റത്തിനിടെ ശാരീരികമായി മർദ്ദിച്ചെന്നും പരിക്കേൽപ്പിച്ചെന്നും ആരോപിച്ചാണ് ഇരുവിഭാഗവും പരസ്പരം പരാതി നൽകിയത്. സംഭവത്തിൽ 2 BJP MP-മാർക്ക് പരിക്കേറ്റിരുന്നു. സംഘർഷത്തെ തുടർന്ന് BJP നേതാവ് ഹേമാങ്ക് ജോഷി രാഹുൽ ഗാന്ധിക്കെതിരെ പരാതി നൽകുകയായിരുന്നു. പിന്നാലെ പോലീസ് രാഹുലിനെതിരെ കേസെടുക്കുകയും ചെയ്തു. അതേസമയം BJP അംഗങ്ങൾ പാർട്ടി അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയെ തള്ളിയെന്നും അദ്ദേഹത്തിന് കാൽമുട്ടിന് പരിക്കേറ്റെന്നും ആരോപിച്ച് കോൺഗ്രസും രംഗത്തെത്തി. അംബേദ്കറെ കുറിച്ചുള്ള കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പരാമർശത്തെ തുടർന്നാണ് പ്രതിപക്ഷവും ഭരണപക്ഷവും ആരോപണ പ്രത്യാരോപണവുമായി എത്തിയത്. പിന്നാലെ BJP-യുടെയും കോൺഗ്രസിന്റെയും പ്രതിനിധികൾ പരാതി നൽകുകയായിരുന്നു. അതിനിടെ രാഹുൽ ഗാന്ധി വന്ന് അടുത്തു നിൽക്കുകയും ആക്രോശിക്കുകയും ചെയ്തപ്പോൾ തനിക്ക് അസ്വസ്ഥത തോന്നിയെന്ന് BJP വനിതാ MP-യും പരാതി നൽകിയിരുന്നു.